ജോൺ ബ്രിട്ടാസ് എം പി ദല്ലാൾ പണിയെടുക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. PM ശ്രീ പദ്ധതി ഒപ്പിടാൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെയും RSS ഗവൺമെന്റിനെയും ബന്ധിപ്പിക്കാൻ പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് എം പിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഴയങ്ങാടിൽ നടന്ന UDF സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണ ജാഥ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾ നിയന്ത്രിക്കുന്നത് ദേവസ്വമല്ല, മറിച്ച് ക്ഷേത്രം തന്ത്രികളാണ്. ശബരിമല മതേതര സ്ഥാപനമാണ്. അവിടെ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ മറവിൽ വനിതകളെ കയറ്റാൻ ശ്രമിച്ചത് പിണറായി സർക്കാരാണ്. ഇന്ന് ജയിലിൽ കിടക്കുന്ന വാസുവാണ് പിണറായിക്കെന്ന് കാവലായത്. ജോൺ ബ്രിട്ടാസ് MP ദല്ലാൽ പണിയെടുക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെയും RSS ഗവൺമെന്റിനെയും ബന്ധിപ്പിക്കാൻ പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് ആണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ഇന്നലെ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് കേരള ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും തമ്മിൽ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെയും RSS ഗവൺമെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു പാലമായി നിന്നത് കണ്ണൂരിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ് എന്ന MP ആണ്. എന്ന് വെച്ചാൽ ഒരു മൂന്നാമൻ, ഒരു ഇടനിലക്കാരൻ, ഒരു ബ്രോക്കർ, ഒരു പവർ ബ്രോക്കർ, ഒരു ദല്ലാൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നാണോ ഈ ദല്ലാൾ പണി, ഈ മൂന്നാമന്റെ പണി, ഈ പവർ ബ്രോക്കർ പണി? ഒരു പാലമിട്ടാൽ അങ്ങോട്ടും പോകും, ഇങ്ങോട്ടും വരും. ജില്ലാ പഞ്ചായത്ത് മാട്ടൂൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി SKP സക്കറിയയുടെ വാഹന പ്രചരണ ജാഥയാണ് പഴയങ്ങാടിയിൽ സമാപിച്ചത്. കല്ലേശ്ശേരി മണ്ഡലം UDF ചെയർമാൻ NG സുനിൽ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി MK രാജൻ, MP ഉണ്ണികൃഷ്ണൻ, AP ബദറുദ്ദീൻ, O ബഷീർ, PV ഇബ്രാഹിം, ഗഫൂർ മാട്ടൂൽ, സുധീഷ് വെള്ളച്ചാൽ, SU റഫീഖ്, K സൈനുൽ ആബിദ്, ജോയി ചൂട്ടാട, BP ഗോകുലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.